നമസ്കാരം. മിഴിയോരത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് മിഴിയോരത്തിൽ നമ്മൾ സംസാരിക്കുന്ന മുട്ടുവേദനയുടെ കാരണങ്ങളും പരിഹാര മാർഗങ്ങളുമാണ്. പണ്ട് മുതിർന്നവരിൽ മാത്രമായിരുന്നു മുട്ടുവേദന, തേയ്മാനം എന്നിവ പ്രശ്നങ്ങൾ നമ്മൾ കണ്ടുവന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ ചെറുപ്പക്കാരിലും ഈ പ്രശ്നങ്ങൾ സർവ്വസാധാരണമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ മിഴിയോരത്തിൽ സംസാരിക്കുന്നത് മുട്ടുവേദനയുടെ പരിഹാരങ്ങളും അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് മുട്ടുവേദന വരുന്നതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. അപ്പോൾ പ്രേക്ഷകർക്ക് ഈ ഒരു വിഷയത്തിൽ എന്ത് സംശയമുണ്ടെങ്കിലും ഇപ്പോൾ തന്നെ വിളിക്കാവുന്നതാണ്. എന്നോടൊപ്പം ഈ ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് കൂടുതൽ അറിവ് പകർന്നു തരാൻ എന്നോടൊപ്പം ഉള്ളത് കേരള ട്രഡീഷണൽ മെഡിക്കൽ സെന്ററിലെ ഡോക്ടർ സ്മിത നമ്പ്യാരാണ്. നമസ്കാരം ഡോക്ടർ. വീഡിയോത്തിലേക്ക് സ്വാഗതം. പലപ്പോഴും നമ്മൾ ഈ മുട്ടുവേദന പല പ്രശ്നങ്ങളും നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ മുട്ടുവേദനയുടെ കാരണങ്ങളിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് നമുക്ക് മുട്ടിന്റെ ഒരു ഘടനയെക്കുറിച്ച് തന്നെ പറഞ്ഞു തുടങ്ങിയാലോ? മുട്ട് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ജോയിന്റ് ആണ്. വെയിറ്റ് ബെയറിങ്ങിന് വളരെയധികം പ്രാധാന്യം വഹിക്കുന്ന ഒരു സന്ധിയാണ് മുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ സ്ട്രക്ചറിനെ കുറിച്ച് നമ്മൾ എല്ലാവരും അതെ തീർച്ചയായിട്ടും നമുക്ക് അതിലോട്ട് പോവാം. അപ്പം നീ ജോയിന്റ് എന്താണ് എന്ന് അവിടെ പറയുന്നുണ്ട്. ഇപ്പം നമ്മുടെ നീ ജോയിന്റിൽ 4 ബോൺസ് ആണ് ഉൾപ്പെടുന്നത്. അതായത് ഫിമർ, തുടയേൻ്റെ ഭാഗത്തുള്ള എല്ല്, പിന്നെ ടിബിയ, ഫിബുല എന്ന് പറയുന്ന 2 ബോൺസ്, പിന്നെ അതുപോലെ പെറ്റലാർ, മുട്ടിൻ്റെ ചിരട്ട എന്ന് നമ്മൾ പറയുന്ന പെറ്റലാർ ബോൺ. ഈ 2 അതുപോലെ തന്നെ നമ്മുടെ മസിൽസും ബോൺസും തമ്മിൽ കണക്ട് ചെയ്യുന്ന ടെൻഡൻസ് ഉണ്ട്. ഈ ടെൻഡൻസ് അതുപോലെ തന്നെ 2 ബോണുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ലിഗമെൻറ്റും. ഈ നമ്മൾ നീ ജോയിൻറ്റിലെ അസുഖങ്ങളെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോൾ ഈ ലിഗമെൻറ്റുകൾക്കും ഈ ടെൻഡനുകൾക്കും അതുപോലുള്ള അസ്ഥിസന്ധികൾക്കും അതിനെ ലൂബ്രിക്കേറ്റ് ചെയ്യുന്ന ആർട്ടിക്കുലാർ കാർട്ടിലേജിനും ഒക്കെ ഒരുപാട് പ്രാധാന്യമുണ്ട്. അപ്പോൾ സാധാരണ ജനങ്ങൾക്ക് അതൊന്നും മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്ലൈഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ ആ ഡയഗ്രാം കൊണ്ട് മനസ്സിലാക്കി. ശരിക്കും ഇങ്ങനെ നമ്മൾ മുട്ടുവേദന അനുഭവപ്പെടുന്നു പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. ശരിക്കും എന്തൊക്കെയാണ് ഇതിനുള്ള കാരണങ്ങൾ? മുട്ടുവേദനയുടെ കാരണങ്ങളെ കുറിച്ച് പറയുമ്പോൾ ആദ്യം നമ്മൾ ഉണ്ടാവുന്ന ഇഞ്ചുറീസ്, അതായത് നമ്മളിപ്പോൾ പറഞ്ഞില്ല ആൻറ്റീരിയർ ക്രൂഷിയേറ്റ് ലെഗമെൻറ്റിനുള്ള ഇഞ്ചുറിയാണ് മെയിനായിട്ട് ഫസ്റ്റ് ഇഞ്ചുറീസിൽ വരാറുള്ള ഒരു സാധാരണമായിട്ടുള്ള ഒരു കേസ്. അതുപോലെ തന്നെ മെനിസ്കസ്, ഈ 2 ബോണുകളെ തമ്മിൽ ഡിവൈഡ് ചെയ്യുന്ന ഒരു ഷോക്ക് അബ്സോർബറായിട്ട് ആക്ട് ചെയ്യണമെന്നാണ് ഒരു മെനിസ്കസ് എന്ന് പറഞ്ഞ ഒരു ലെയർ ഉണ്ട്. അതിന് വരുന്ന ടിയേഴ്സ്, അതായത് അതിന് വരുന്ന തരത്തിലുള്ള അത് ആക്ച്വലി ഇത് വെയിറ്റ് ബെയറിംഗ് ജോയിൻ്റ് ആയതുകൊണ്ട് ചില തരത്തിലുള്ള എക്സസീവ് സ്ട്രെയിൻ, അതായത് ട്വിസ്റ്റൊക്കെ ആ ജോയിൻറ്റിൽ വരുമ്പോൾ ആ മെനിസ്കസിന് ഒരു ടിയർ വരും. അത് നമ്മുടെ ഈ ഇഞ്ചുറിയിൽ മെയിനായിട്ട് വരുന്ന ഒരു ഇതാണ്. അതേപോലെ തന്നെയാണ് ബർസൈറ്റിസ്. ഇതിനുള്ള ഒരു ഫ്ലൂയിഡ് ബേഴ്സായി ഉണ്ട് ഈ ജോയിൻറ്റിൽ. അതിൽ വരുന്ന ഇൻഫ്ലമേറ്ററി ചേഞ്ചസും അതുപോലെ ഒരു കാരണമായിട്ട് വരാറുണ്ട്. അതുപോലെ പെറ്റലാർ ടെൻഡനൈറ്റിസ്, അതായത് പെറ്റല എന്ന് പറയുന്ന നമ്മൾ മുട്ടിൻ്റെ ചിരട്ടയും അതിന് കണക്ട് ചെയ്യുന്ന ഒരു അത് ഫിമറുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ടെൻഡനുണ്ട്. അതിന് വരുന്ന ഇൻഫ്ലമേറ്ററി ചേഞ്ചസ്, അതായത് ഈ സൈക്ലിസ്റ്റ്, നമ്മുടെ സ്പോർട്സിലൊക്കെ കൂടുതലായിട്ട് ഫുട്ബോളിൽ വരുന്ന ACL ഇഞ്ചുറിയാണ്. നമ്മൾ ക്രൂഷിയേറ്റ് ലിഗമെന്റിന് പറഞ്ഞില്ലേ, അതാണ് ബാസ്കറ്റ് ബോൾ കളിക്കുന്ന കുട്ടികളിൽ, അതുപോലെ പ്ലേയേഴ്സിന് സോക്കർ, ഫുട്ബോൾ ഒക്കെ കളിക്കുന്ന ആൾക്കാരിലൊക്കെ കൂടുതലായിട്ട് വരുന്നത് ഈ ACL ഇഞ്ചുറിയാണ്. ആൻറ്റീരിയർ ക്രൂഷിയേറ്റ് ലിഗമെന്റിന്റെ ഇഞ്ചുറിയാണ് കൂടുതലായിട്ട് കാണുന്നത്. അപ്പൊ കാരണങ്ങൾ നമ്മൾ ഇഞ്ചുറി കൂടാതെയുള്ളത് മെക്കാനിക്കൽ പ്രോബ്ലംസ്, അതായത് എന്തെങ്കിലും തരത്തിലുള്ള മെക്കാനിക്കൽ പ്രോബ്ലംസ്, അതായത് ലൂസ് ബോഡി ഫോർമേഷൻ എന്ന് പറയും. എന്തെങ്കിലും ഡീജനറേറ്റീവ് ചേഞ്ചസോ അല്ലാതെ തന്നെ വല്ല ഇഞ്ചുറിയുടെ ഭാഗമായിട്ടോ ഉണ്ടാവുന്ന ലൂസ് ബോഡീസ് ഈ സന്ധികളിൽ കൂടുതൽ കാലം നിന്നിട്ട്. അപ്പോൾ എല്ലായ്പ്പോഴും ഈ ലൂസ് ബോഡി എന്തെങ്കിലും വേദനയായിട്ട് പ്രസന്റ് ചെയ്യണം എന്ന് ഇല്ല. എപ്പോഴാണ് വേദനയായിട്ട് പ്രസന്റ് ചെയ്യുക വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു വാതിലിൻ്റെ ഇടയിൽ ഒരു പെൻസില് അത് കുടുങ്ങി കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ജോയിന്റിന്റെ മെയിൻ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ മൊബിലിറ്റിയാണ്, നമ്മുടെ മൂവ്മെന്റിനെ സഹായിക്കലാണ് ജോയിന്റ്. അപ്പോൾ ഒരു കരകരപ്പുണ്ടാവും, ആ മൂവ്മെന്റ് ഈസി ആവില്ല. അതാണ് ഒരു ഇത് ലൂസ് ബോഡി ഫോർമേഷന്റെ ഒരു ഇത്. പിന്നെ നമുക്ക് കാണുന്നത് ഈ പെറ്റലാർ ഡിസ്ലൊക്കേഷൻ, മുട്ടിന്റെ ചിരട്ട തെറ്റിപ്പോവുക എന്ന് പറയുന്ന നമ്മൾ സ്ഥിരം കേൾക്കുന്നതാണ്. ചിരട്ട തെറ്റി വേദന വരുന്നു, അത് ഭയങ്കര വേദനയാണ്, ഭയങ്കര സിവിയർ ആയിട്ടുള്ള വേദനയാണ്. അതാണ് വേറൊരു കാരണം. പിന്നെ ആൾട്ടേർഡ് ഗെയിറ്റ്, നമ്മൾ ഈ കാലിൻ്റെ തന്നെ ചില മെക്കാനിക്കൽ ഇഞ്ചുറിയോ അല്ലെങ്കിൽ ജന്മനാ ഉള്ള കാരണങ്ങളൊക്കെ കൊണ്ട് നമ്മുടെ ഈ നടത്തം, അതായത് വെയിറ്റ് നമ്മൾ ബെയർ ചെയ്യുമ്പോൾ നടക്കുമ്പോൾ ഒക്കെ ആ ഇത് വരുന്ന ഡിഫറൻസ് കൊണ്ട് നമ്മുടെ ഒരു മുട്ടിന് നല്ല സ്ട്രെയിൻ വന്നിട്ട് അവിടെ വേദനയോ
നീരോ എന്തെങ്കിലുമായിട്ട് പ്രസന്റ് ചെയ്യപ്പെടും. അപ്പൊ അങ്ങനെ പല കാരണങ്ങളുണ്ട്. ഒന്ന് ഇഞ്ചുറി ആയിട്ട് വരുന്നു, പിന്നെ മെക്കാനിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് വരും. പിന്നെ നമുക്ക് ഇതുമായിട്ട് എന്തെങ്കിലും അസുഖമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കാണാറുണ്ടോ? ഇത് മെയിൻ ആയിട്ട് അസുഖങ്ങൾ പല 2-3 തരത്തിലുള്ള അസുഖങ്ങളിലാണ് മുട്ടുവേദനയായിട്ട് കൂടുതലായിട്ട് കാണുന്നത്. അതായത് ഒന്ന് മെയിൻ ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, അതായത് മുട്ടിന്റെ തേയ്മാനം, സന്ധിഗതവാദം എന്നൊക്കെ ആയുർവേദത്തിൽ പറഞ്ഞു വരുന്ന മുട്ടിന്റെ തേയ്മാനം എന്ന് പറയില്ലേ, ആർട്ടിക്കുലാർ കാർട്ടിലേജ്, നമ്മുടെ പടത്തിൽ നേരത്തെ കാണിച്ചില്ല, ആർട്ടിക്കുലാർ കാർട്ടിലേജിന്റെ തേയ്മാനം, അതായത് കണ്ടിന്യൂസ് ആയിട്ടുള്ള വെയർ ആൻഡ് ടയർ കൊണ്ട് അതായത് വയസ്സായവരിലാണ് അത് കൂടുതൽ കാണാറുള്ളത്. ആർട്ടിക്കുലാർ കാർട്ടിലേജിന്റെ അത് തേഞ്ഞു പോകുന്ന ഒരവസ്ഥയിലാണ് അത് കൂടുതലായിട്ട് കാണാറുള്ളത്. അപ്പം ഇതൊക്കെയാണ് ശരിക്കും ഇതിനുള്ള കാരണം. അത് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഒരു രോഗം. അതുപോലെ തന്നെ റുമറ്റോയിഡ് ആർത്രൈറ്റിസ്, അതായത് വാതരക്തം എന്ന് ആയുർവേദത്തിൽ പറയുന്ന, അതായത് സന്ധികളിൽ നല്ല ചൂടും വേദനയും നീർക്കെട്ടോടുകൂടി പ്രസന്റ് ചെയ്യപ്പെടുന്ന ഒരു രോഗമാണ് വാതരക്തം. അത് റുമറ്റോയിഡ് ആർത്രൈറ്റിസ് അല്ലെങ്കിൽ ഗൗട്ടി ആർത്രൈറ്റിസും അതിനോട് നമുക്ക് ചേർത്ത് പറയാം. ഗൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു പ്യൂറിൻ മെറ്റബോളിസം, നമ്മുടെ ആഹാരത്തിലുള്ള ഒരു പ്യൂറിൻ എന്ന് പറയുന്ന ഒരു ഘടകത്തിന്റെ മെറ്റബോളിസത്തിൽ വരുന്ന അമിതമായ യൂറിക് ആസിഡിന്റെ പ്രൊഡക്ഷൻ കൊണ്ട് അത് സന്ധികളിൽ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുമ്പോൾ ഉണ്ടാവുന്ന ഒരു രോഗമാണ് ഗൗട്ട് എന്ന് പറയുന്നത്. അത് നമുക്ക് എന്തെങ്കിലും ഡയറ്റിന് അതിനൊരു പ്രാധാന്യം ഉണ്ട്. ആക്ച്വലി ഗൗട്ട് യൂറിക് ആസിഡ് കൂടാനുള്ള ചില കാരണങ്ങൾ നമ്മൾ പറയുമ്പോൾ ആൽക്കഹോളിന്റെ അമിതമായ കൺസപ്ഷൻ, അതുപോലെ തന്നെ റെഡ് മീറ്റിന്റെ അമിതമായ ഉപയോഗം, ഇതൊക്കെ ഈ യൂറിക് ആസിഡിന്റെ കൂടുതലായിട്ടുള്ള ഡെപ്പോസിഷന് കാരണമാണ്. അപ്പൊ 2000-ത്തിന് ശേഷം അതിന് മുമ്പേ ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു, ഈ സ്പിനാച്ച്, കാബേജ്, കോളിഫ്ലവറിലെല്ലാം ഈ ഇതിന് നല്ലതല്ല എന്നുള്ളൊരു പഠനങ്ങളുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ഒരു പഠനങ്ങൾ തെളിയിക്കുന്ന അതിനൊന്നും അതിന് പ്രശ്നമില്ല. പിന്നെ അതുപോലെ തന്നെ ചില ഫുഡ്സ് അതിന് നല്ലതായിട്ടും പറയുന്നുണ്ട്. നമ്മളെ കോഫി, ചോക്ലേറ്റ് ഇതുപോലുള്ള ചില ഫുഡ് നല്ലതാണെന്നും പറയുന്നുണ്ട് പ്യൂറിൻ മെറ്റബോളിസത്തിന്. അപ്പൊ ഡോക്ടർ, നമ്മളിപ്പോ കാരണങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. ശരിക്കും ഇങ്ങനൊക്കെ കാരണങ്ങൾ ഉണ്ടെങ്കിലും പലർക്കും അത് അറിയണമെന്നില്ല. അപ്പം ശരിക്കും എന്തൊക്കെയാണ് സിംറ്റംസ്? പക്ഷെ സിംറ്റംസ് വരുമ്പോഴാണ് പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നത്. സിംറ്റംസിൽ ആദ്യമായിട്ട് നമുക്ക് മുട്ടിന് വേദന തന്നെയായിരിക്കും പ്രസന്റ് ചെയ്യുന്നത്. രോഗി വരിക മുട്ടിന് കഠിനമായ വേദനയായിട്ടായിരിക്കും. അതുപോലെ തന്നെ നീർക്കെട്ടുണ്ടാവും, പിന്നെ റെഡ്നെസ് ഉണ്ടാവും ചില ചേഞ്ചസിൽ. അതുപോലെ ക്രെപ്പിറ്റസ്, ചില തരത്തിലുള്ള മുട്ട് മടക്കുമ്പോഴും നിർത്തുമ്പോഴും ഒക്കെ ഒരു തരത്തിലുള്ള കരകരപ്പും നോയ്സ്, നമ്മളത് ചിലപ്പോൾ പേഷ്യന്റ് തന്നെ മുട്ടെന്തോ ഒരയണ പോലെ തോന്നുന്നു എന്നൊക്കെ പറഞ്ഞ് അതെ അങ്ങനെ തന്നെ വരും. അപ്പൊ അതൊക്കെയാണ് സാധാരണയായിട്ട് പ്രസന്റ് ചെയ്യുന്ന സിംറ്റംസ്. ശരിക്കും ഇപ്പൊ നമ്മൾ സിംറ്റംസ് അതിനൊരു റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടോ നമുക്ക് ഇതിന്? റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ ജോയിന്റിന് എപ്പോഴും ഒബേസിറ്റി ഒരു കാരണമാണ്, ഓവർ വെയിറ്റ്. ശരീരത്തിന്റെ മോൾഭാഗത്തിലുള്ള കാരണം മുട്ടെന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും കൂടുതൽ വെയിറ്റ് ഹോൾഡ് ചെയ്യപ്പെടുന്ന ഒരു ബെയർ ചെയ്യുന്ന ഒരു ജോയിന്റ് ആണ്. അപ്പൊ നമ്മുടെ ശരീരഭാരം കുറച്ച് അത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് ഒബേസിറ്റി എപ്പോഴും റിസ്ക് ഫാക്ടർ ആണ്. അതെ ഡോക്ടർ, നമുക്കൊരു SMS-ലേക്ക് പോകാം. SMS അയച്ചിരിക്കുന്നത് ശ്യാമാണ്. ശ്യാം പറയുന്നത് ശ്യാമിന് കാൽമുട്ടിന് ഒരു റെഡ്നെസ്സും ഒരു നീര് പോലെ കാണുന്നുണ്ട്, വേദനയുണ്ട്. എന്നാൽ നേരത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു, എന്നാൽ ഇപ്പോൾ അങ്ങനെ കാണുന്നുണ്ടെന്ന് പറയുന്നു. അപ്പം അതിന് എന്തുകൊണ്ടാണ്? അതൊരു നീ ജോയിന്റെ പ്രശ്നമാണോ എന്നാണ് സംശയം. റെഡ്നെസ്സും വേദനയുള്ളതിന് അപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു നോക്കലാണ് അവിടെ നമുക്ക് ആദ്യം ചെയ്യാൻ പറ്റും. അപ്പൊ അത് ഐദർ റുമറ്റോയിഡ് ആർത്രൈറ്റിസ് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാണോ എന്ന് നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ RA ഫാക്ടർ പോസിറ്റീവ് ആണ് ഒക്കെ ആണെങ്കിൽ റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ആയിട്ട് നമുക്കത് ഡയഗ്നോസ് ചെയ്യാം. അതുപോലെ തന്നെ ഇത് നേരത്തെ നമ്മൾ പറഞ്ഞു വന്ന് ഗൗട്ടായിട്ടും കാണാൻ സാധ്യതയുണ്ട്. റെഡ്നെസ്സും 40 വയസ്സുണ്ടെന്നാണ് പറയുന്നത്. 40 വയസ്സ്. അപ്പോൾ എന്താണ് ഇപ്പോൾ ആൽക്കഹോളൊക്കെ കൺസ്യൂം ചെയ്യണ ആളാണെങ്കിൽ ഒന്ന് ഗൗട്ടാണോ എന്നും കൂടെ പരിശോധിച്ച് നോക്കുന്നത് നല്ലതാണ്. അത് ശരിക്കും നമ്മളൊരു ബ്ലഡ് ടെസ്റ്റിലൂടെ നമുക്ക് അറിയാൻ പറ്റും, അറിയാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, രാജുവിന് മറുപടി ലഭിച്ചെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്കൊരു കോളറിലേക്ക് പോകാം. ഹലോ, നമസ്കാരം. ഹലോ. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. വീഡിയോയിലേക്ക് സ്വാഗതം. പേര് പറഞ്ഞോളൂ. ഹലോ. ഹലോ. കോൾ ഡ്രോപ്പ് ആയെന്ന് തോന്നുന്നു.
ഓക്കെ, നമ്മൾ SMS പോയിരുന്നത്. അപ്പം അതുപോലെ തന്നെ വേറൊരു SMS നമുക്ക് വന്നിരിക്കുന്നത് ഒരു കുട്ടിയുടെ കാര്യമാണ്. കുട്ടി ബാസ്കറ്റ് ബോൾ കളിക്കുന്നുണ്ടായിരുന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ബാസ്കറ്റ് ബോൾ കഴിഞ്ഞൊരു ചെറിയ ഇഞ്ചുറി ഉണ്ടായി, അതിനൊരു സർജറി നടത്തിയെന്ന് പറയുന്നു. പക്ഷെ സർജറിക്ക് ശേഷം വേദന തുടരുന്നു എന്ന് പറയുന്നു. അപ്പൊ അതിന് നമുക്ക് ആയുർവേദത്തിൽ എന്തെങ്കിലും പരിഹാര മാർഗങ്ങൾ ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ബാസ്കറ്റ് ബോൾ കളിക്കുമ്പോഴൊക്കെ നീ ജോയിന്റ് ഇഞ്ചുറി, അതായത് നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ ഏതെങ്കിലും ലിഗമെന്റ് ഇഞ്ചുറി ഒക്കെ ആയിരിക്കും അവിടെ സംഭവിച്ചിട്ടുള്ളത്. അത് റിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ടും ഈ കുട്ടികൾ പിന്നെയും ഈ ഗെയിംസിൽ ഇൻവോൾവ് ആയിരിക്കും. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് അത് വരാനുള്ള സാധ്യത കൂടുതലുണ്ട്, പിന്നെ റിപ്പീറ്റഡ് ആയിട്ട്. അപ്പോൾ ആയുർവേദത്തിൽ ചില പ്രിക്കോഷൻസ് ഒക്കെ ഉണ്ട്. ഇങ്ങനെ കളിക്കുന്ന കുട്ടികൾക്ക് നമുക്ക് ചില തൈലങ്ങളുടെയൊക്കെ ഉപയോഗം നമ്മൾ അവർ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ചെറിയ ചെറിയ തരത്തിലുള്ള ടയറൊക്കെ ഉണ്ടെങ്കിൽ അത് റിപ്പയർ ചെയ്യപ്പെടാനും അതുപോലെ അസ്ഥികൾക്കും സന്ധികൾക്കും കൂടുതൽ ബലം ഉണ്ടാക്കാനും തരത്തിലുള്ള മരുന്നുകളൊക്കെ ഉണ്ട്. ശരിക്കും ഈ കുട്ടികളോട് ഇപ്പൊ ബാസ്കറ്റ് കളിക്കുന്ന ഇഷ്ടമുള്ള കുട്ടികളോട് നമുക്ക് കളിക്കാൻ പാടില്ലെന്ന് പറയാനും തീർച്ചയായിട്ടും. ചിലപ്പോൾ എൻ്റെ അടുത്ത് ഇന്നാളെ ഒരു കേസ് ഉണ്ട്, വളരെ നല്ല ടാലന്റഡ് ആയിട്ടുള്ള കുട്ടികളായിരിക്കും. അപ്പൊ അവരോട് നമ്മൾ കളിക്കണ്ടെന്ന് പറയുന്നവർക്ക് തീരെ അതെ അതെ അതിനൊക്കെ അവര് പഠിച്ചു വരുന്നതും ഒക്കെ ആയിരിക്കും. അപ്പൊ എന്തേലും ചെറിയൊരു മുട്ടുവേദനയുടെ കാരണങ്ങളൊക്കെ. നമുക്കൊരു കോളർ എത്തിയിരിക്കുകയാണ്. ഹലോ, നമസ്കാരം. നമസ്കാരം, ഞാൻ നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പേര് പറഞ്ഞോളൂ. ഞാൻ എന്റെ ഫോൺ കട്ട് ചെയ്തു, എനിക്കൊന്ന് രണ്ടാമത് കണക്ട് ചെയ്യാമോ? കണക്ട് ചെയ്തിരിക്കുകയാണ്, പറഞ്ഞോളൂ, പേര് പറഞ്ഞോളൂ. രമ്യ ദിലീപ് എന്നാണ് എന്റെ പേര്. രമ്യ, ഡോക്ടറോട് സംസാരിച്ചോളൂ. ഗുഡ് ആഫ്റ്റർനൂൺ ഡോക്ടർ. എനിക്ക് ഈ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഉണ്ട്. ഐ വാസ് ഡയഗ്നോസ്ഡ് വിത്ത് ഇറ്റ്. എനിക്ക് ഐ ആം എ ടീച്ചർ. അപ്പൊ എന്റെ ഇങ്ങനെ ലോങ് സ്റ്റാൻഡിംഗ് പ്രൊഫഷൻ ആയതുകൊണ്ട് ഒരു കാലില് റൈറ്റ് ലെഗ് എക്സ്റേ നോക്കിയപ്പോ അവര് പറഞ്ഞു സ്ലൈറ്റ് ഡീജനറേഷൻ ഇസ് ദേർ ആൻഡ് ഇറ്റ്സ് ദ ബിഗിനിങ് ഓഫ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ്. അപ്പോ ഐ എം ഓൺ മെഡിക്കേഷൻ നൗ. ആ ഇൻഫ്ലമേഷൻ കുറയ്ക്കാനുള്ള മരുന്ന് കഴിക്കുന്നുണ്ട്. ഹൗ ടു കർവ് ദിസ് കണ്ടീഷൻ? ഇത് ക്യാൻ ഇറ്റ് ബി ക്യൂർഡ്? ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഒരു മാനേജബിൾ ഡിസീസ് ആയിട്ടാണ് നമുക്ക് പറയാൻ പറ്റുക. എന്ത് ഏജ് ഉണ്ട് രമ്യക്ക്? ഞാൻ 52 ഇയേഴ്സ്. ഓക്കെ, അത് ആക്ച്വലി അത് വേർ ആൻഡ് ടയർ കൊണ്ട് വന്നിട്ടുള്ളതാണ്. അപ്പൊ ഈ പ്രൊലോങ്ഡ് സ്റ്റാൻഡിങ് ഒക്കെ ഉള്ള ജോലി ആയതുകൊണ്ട് ഒക്കെ വന്നിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് എങ്ങനെ ആയുർവേദ രീതി ഇപ്പൊ ഇങ്ങനെ മടക്കുമ്പോ നീർക്കുമ്പോ ക്രെപ്പിറ്റസ് പോലെ മടക്കുമ്പോ വേദന ഇരിക്കാൻ പറ്റില്ല, നടക്കുമ്പോഴും അതെ നല്ല വേദനയുണ്ട്. പക്ഷെ ഇപ്പൊ ആന്റി ഇൻഫ്ലമേറ്ററി ടാബ്ലറ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ കുറഞ്ഞിട്ടുണ്ട് കുറച്ച്. ഇനി അത് കഴിഞ്ഞിട്ട് ഇനി എന്താണെന്ന് ആയുർവേദം ഒന്നും ചെയ്തിട്ടില്ല. ആയുർവേദ കഷായം കഴിച്ചു. ഒരു 3 months ഞാൻ കഷായം കഴിച്ചിട്ട് ഐ തോട്ട് ഇറ്റ് വിൽ ഗെറ്റ് ബെറ്റർ. പക്ഷെ അത് കൊണ്ട് കൺട്രോൾ ആയിട്ടുണ്ടായിരുന്നു. കുറച്ച് നിർത്തിയപ്പോ പിന്നെയും തുടങ്ങി. അല്ലാതെ ട്രീറ്റ്മെന്റുകളൊന്നും ചെയ്തിട്ടില്ല അല്ലെ? പിഴിച്ചില് അങ്ങനെയുള്ള അപ്പൊ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഈ നീരുള്ള അവസ്ഥകളിൽ നീര് കുറക്കാനുള്ള ഉപനാഹങ്ങൾ, അതായത് പുറത്ത് മരുന്നുകളുടെ ലേപനങ്ങളുണ്ട്, അതിന്റെ ചില തരത്തിലുള്ള ബാൻഡേജുകളും ഒക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ പിഴിച്ചൽ എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെന്റ് ഉണ്ട് ആയുർവേദത്തിൽ. ഈ തരത്തിലുള്ള ഡീജനറേറ്റീവ് ചേഞ്ചസിനെ ഒരുപാട് കൺട്രോൾ ചെയ്യും ഈ തരത്തിലുള്ള പിഴിച്ചലൊക്കെ ചെയ്തു കഴിഞ്ഞാൽ. പിഴിച്ചലും അതിനോട് ചേർത്ത് ബാൻഡേജുകളും ഉണ്ട്. നമുക്ക് ആ ഒരു സപ്പോർട്ട് റെസ്റ്റ് ഒക്കെ ആവശ്യമാണ് ഈ അവസ്ഥയിൽ സന്ധികൾക്ക്. അപ്പൊ അതിന് തരത്തിലുള്ള മെഡിസിൻസ് കൊണ്ടുള്ള ഈ തൈലധാരകളും പിഴിച്ചിലും അതുപോലെ തന്നെ ബാൻഡേജുകളും അതിനോടൊപ്പം ചേർത്ത് നമ്മൾ കഷായങ്ങളുടെയും ചില ഗുളികളുടെയും ഒക്കെ ഉപയോഗം കൊണ്ട് നമുക്കൊരു നല്ല പരിധി വരെ ഇതൊരു കൺട്രോളിൽ നിർത്താൻ പറ്റും. അതെ അതെ. കാൽഷ്യം ബ്ലഡിൽ എങ്ങനെയാണ് അളവ് എന്ന് പരിശോധിച്ചിട്ട് കഴിക്കുക. വെറുതെ ബ്ലൈൻഡ്ലി കാൽഷ്യം അങ്ങനെ കഴിക്കണം എന്നൊന്നുമില്ല. ഓസ്റ്റിയോആർത്രൈറ്റിക് ചേഞ്ചസ് ഉണ്ടെങ്കിൽ ബ്ലഡിൽ കാൽഷ്യം ഒക്കെ അളവ് പരിശോധിക്കാനുള്ള ഇതൊക്കെ ഉണ്ട് ഇപ്പോൾ. അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് ആവശ്യമുണ്ടെങ്കിൽ കാൽഷ്യം സപ്ലിമെന്റ് കഴിക്കുക. ഓക്കെ. പിന്നെ ഡയറ്റിലും ചെറിയ പഥ്യങ്ങളൊക്കെ ആവശ്യമുണ്ട്. ഡയറ്റിൽ ഈ നീർക്കെട്ട് കൂടുതലുള്ള അവസ്ഥകളിൽ എക്സസീവ് പുളിയുടെ ഉപയോഗം വളരെ ദോഷം ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. വാളം പുളിയുടെ ഉപയോഗം. ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ പിന്നെ നിങ്ങളുടെ പ്രകൃതിക്കൊക്കെ അനുസരിച്ച് അത് ചിലപ്പോൾ കുറച്ചും കൂടെ മോഡിഫിക്കേഷൻസ് ഒക്കെ ആവശ്യമാണ്. അപ്പോൾ എന്തായാലും ട്രീറ്റ്മെന്റ് പോകുമ്പോൾ ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് കൂടുതൽ ഗൈഡ് ലൈൻസ് എടുത്ത് ട്രീറ്റ്മെന്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു രമ്യ. താങ്ക് യു. അപ്പം ഇപ്പൊ ഡോക്ടർ നമുക്കൊരു കോളറോട് എത്തിയിരിക്കണം. ഹലോ, നമസ്കാരം.
ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ, മിഴിയോത്തിലേക്ക് സ്വാഗതം. പേര് പറഞ്ഞോളൂ. ഗുഡ് ആഫ്റ്റർനൂൺ ഡോക്ടർ. ഗുഡ് ആഫ്റ്റർനൂൺ. പേര് പറഞ്ഞോളൂ. എന്റെ പേര് അമിത. അമിത, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ. എന്റെ ഹസ്ബൻഡിന് വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്. പറഞ്ഞോളൂ. ഹസ്ബൻഡിന് 43 ഏജ് ഉണ്ട്. രണ്ട് മുട്ടിലും ഈയിടെയായിട്ട് നല്ല പെയിൻ അനുഭവപ്പെടുക. ഇരിക്കാനോ കുനിഞ്ഞിരിക്കാനും ഒക്കെ ബുദ്ധിമുട്ടാ. പിന്നെ പുള്ളിക്കാരൻ കുറച്ച് നടക്കൊക്കെ ചെയ്യുന്ന ഓടൊക്കെ ചെയ്യുന്ന ആളായിരുന്നു ഈവനിങ്. അപ്പൊ ഇപ്പൊ ഓടാനും ഒക്കെ ബുദ്ധിമുട്ട് മാതിരി. ഇത് പെട്ടെന്ന് വന്നാണോ ഗ്രാജുവലായിട്ട് വന്നാണോ? ഗ്രാജുവലായിട്ട് ഇപ്പൊ കുറച്ച് നാളായി. പുള്ളിക്കാരൻ മുമ്പ് ഫുട്ബോൾ പ്ലെയർ ഒക്കെ ആയിരുന്നു. ഇപ്പൊ അത്യാവശ്യം ബാഡ്മിന്റൺ ഒക്കെ കളിക്കുന്നുണ്ട്. അപ്പൊ കുറച്ച് നാള് ഇങ്ങനെ ടയർ കൊണ്ട് വന്നിട്ടുള്ള എന്തെങ്കിലും ഓസ്റ്റിയോആർത്രൈറ്റിക് ചേഞ്ചസ് ആണോ എന്ന് നമ്മൾ എക്സ്റേ എടുത്തിട്ട് ആദ്യം നോക്കണം കേട്ടോ. എക്സ്റേ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ആ കാർട്ടിലേജിന്റെ അളവ് കുറവുണ്ടോ എന്നൊക്കെ നമുക്ക് മനസ്സിലാവും. ബോണുകൾ തമ്മിൽ അടുത്തിട്ടുണ്ടോ എന്നൊക്കെ പരിശോധിച്ചിട്ട് അതിനനുസരിച്ചിട്ടുള്ള, ഞാൻ മുമ്പത്തെ ഒരു കോളറോട് പറഞ്ഞില്ലേ ഓസ്റ്റിയോആർത്രൈറ്റിസിന് വേണ്ടുന്ന ട്രീറ്റ്മെന്റ്, അപ്പൊ ആ രീതിയിലുള്ള എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ഫോളോ ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പൊ വേറെ പെട്ടെന്ന് ചിലപ്പോ പ്ലേയേഴ്സ് ആയതുകൊണ്ട് പണ്ട് എന്തെങ്കിലും ഇഞ്ചുറി ഉണ്ടായിട്ടുണ്ടോ എന്നും കൂടെ നമുക്ക് നോക്കണം. എക്സ്റേ MRI കൂടുതൽ ഇൻവെസ്റ്റിഗേഷൻ വേണമെങ്കിൽ MRI ഒക്കെ ചെയ്യാം നമുക്ക്. അത് ഇനീഷ്യലി ഒരു ഡോക്ടറെ കണ്ട് എക്സ്റേ ഒക്കെ എടുത്ത് നോക്കി എന്തെങ്കിലും ഒക്കെ അത് എക്സാമിനേഷൻ ഒക്കെ ചെയ്യുമ്പോൾ ഡോക്ടർക്ക് മനസ്സിലാവും എന്തൊക്കെ എങ്കിലും ഉണ്ടോ, ഹിസ്റ്ററി എന്തെങ്കിലും ഉണ്ടോ. അപ്പൊ ചിലപ്പോൾ ഇതുപോലെ പ്ലെയർ ഒക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ പഴയ എന്തെങ്കിലും ടിയറിന്റെ ഹിസ്റ്ററി എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കണം നമുക്ക്. എന്നിട്ട് അതിനനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെന്റും പ്രിക്കോഷൻസും എല്ലാം എടുക്കേണ്ടി വരും. അപ്പോൾ ഡോക്ടർ, നമ്മൾ നേരത്തെ SMS തന്നെ പോകാം. കുട്ടി ബാസ്കറ്റ് ബോൾ കളിക്കുന്നു പറഞ്ഞപ്പോൾ ഡോക്ടർ ഒരു ക്ലിനിക്കിൽ വന്നൊരാളുടെ കാര്യം പറയാം. അതെ, അതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അത് തന്നെ. അപ്പോൾ നമ്മൾ ഇങ്ങനെ അവരെ സ്റ്റോപ്പ് ചെയ്യുന്നതിന് പകരം നമുക്ക് അതിന് എന്തെങ്കിലും ഇത് കൊടുത്തു കഴിഞ്ഞ് കാലങ്ങളോളം അങ്ങനെയുള്ള പ്ലേയേഴ്സിനൊക്കെ ചെയ്യാൻ പറ്റുന്ന ചില ട്രീറ്റ്മെന്റുകളെല്ലാം ഉണ്ട്. അപ്പോൾ ഡോക്ടർ, നമുക്ക് ട്രീറ്റ്മെന്റിലേക്ക് തന്നെ വരാം. മുട്ടുവേദനയെ കുറിച്ചാണ് പറഞ്ഞു വന്നതിന്റെ കാരണങ്ങൾ നമ്മൾ സംസാരിച്ചു. അപ്പോൾ സിംറ്റംസും കഴിഞ്ഞു. അപ്പോൾ ശരിക്കും നമ്മൾ ആയുർവേദത്തിൽ എന്തൊക്കെ ട്രീറ്റ്മെന്റ്സ് ആണ് കൊടുക്കുന്നത്? ആയുർവേദത്തിൽ നമ്മുടെ പല രോഗങ്ങൾ നമ്മൾ പറഞ്ഞു വന്നില്ലേ. സന്ധിഗത വാദമാണോ, വാതരക്തമാണോ, അതുപോലെ ആമവാദമാണോ, ഇത് മൂന്നിലാണ് സാധാരണ കാണുക. പിന്നെ അഭിഘാതജ മർമ്മത്തിനുള്ള പ്രശ്നങ്ങൾ, അതായത് നമ്മൾ ഇഞ്ചുറീസിൽ ചേർത്ത് പറയാൻ പറ്റുന്നത്. ഇഞ്ചുറീസിലാണെങ്കിൽ നമ്മൾ പറഞ്ഞില്ലേ, ആ ലേപനങ്ങൾ നമ്മൾ ആ ഉണക്കാനുള്ള തരത്തിലുള്ള മരുന്നുകൾക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ആ നമ്മൾ എന്തെങ്കിലും ടിയർ ഉണ്ടെങ്കിൽ അത് റിപ്പയർ ചെയ്യണമല്ലോ നമുക്ക്. ഇപ്പൊ ലിഗമെന്റിലാണെങ്കിലും, ലിഗമെന്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, രണ്ട് ബോൺ ജോയിൻ. അപ്പൊ വലിയ രീതിയിലുള്ള ചിലപ്പോൾ ഫ്രാക്ചറുകളും ഒക്കെ കാണാം. ഫ്രാക്ചറൊക്കെ ആണെങ്കിൽ ഇമ്മൊബിലൈസേഷനും ആ രീതിയിലുള്ള ബാൻഡേജുകളും നമ്മൾ ബാൻഡേജ്, ഒരു ജോയിന്റ് ബോണും എപ്പോഴും ഫ്രാക്ചർ ഉണ്ടെങ്കിൽ നമ്മൾ ഇമ്മൊബിലൈസ് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ ട്രീറ്റ്മെന്റ് കോൺസെപ്റ്റ്. അതായത് അത് റെസ്റ്റ് കൊടുക്കുക. അപ്പൊ അതിന് തരത്തിലുള്ള ബാൻഡേജുകളും പുറപ്പെടും. അപ്പൊ ആയുർവേദത്തിൽ എപ്പോഴും എന്ന് പറഞ്ഞാൽ വെറുതെ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ബാൻഡേജിന് പകരം നമ്മൾ മെഡിസിൻ കൂടെ ചേർത്താണ് വെച്ച് കെട്ടുന്നത്. അപ്പൊ അതിനുള്ള കൂടുതൽ ഗുണം അതിൽ വരുന്നുണ്ട്. മുറിവുണങ്ങാനാണെങ്കിലും അതിനോട് ചേർത്ത് നീര് പെട്ടെന്ന് വലിച്ചെറുക്കാൻ ഒക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇൻ കേസ് ഇങ്ങനെ ബാൻഡേജ് ഒക്കെ ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിൽ ദീർഘകാലം അത് കഴിഞ്ഞിട്ടും ആ അസോസിയേറ്റഡ് മസിലിന് വീക്ക്നെസ്, കുറെ നാള് ഇങ്ങനെ പ്ലാസ്റ്റർ ഒക്കെ ഇട്ട് സർജറി ഒക്കെ കഴിഞ്ഞ് റെസ്റ്റ് ചെയ്യണ ഒരാൾക്ക് താഴത്തെ മസിലുകൾ, അതുപോലെ തൈ ഭാഗത്തുള്ള മസിലുകൾ എല്ലാം ശോഷിപ്പൊക്കെ കാണും. അതിന് തരത്തിലുള്ള അഭ്യംഗങ്ങൾ നമ്മുടെ ആയുർവേദത്തിലെ ചില പ്രൊസീജിയേഴ്സ് ഒക്കെ ആ സർക്കുലേഷൻ ഇമ്പയർമെന്റിനെ കറക്റ്റ് ചെയ്യാനും, പിന്നെ ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ കറക്റ്റ് ചെയ്യാനും, അതുപോലെ മസിൽസിന്റെ ഇതുപോലെയുള്ള ഫ്ലാസിലിറ്റി, മസിൽ വീക്ക്നെസ്, ശോഷണം ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കറക്റ്റ് ചെയ്യാനും വളരെ യൂസ്ഫുൾ ആയിട്ട് കണ്ടിട്ടുണ്ട്. ഇഞ്ചുറി അല്ലാതെ വരുവാണെങ്കിൽ ഇപ്പൊ വാതരക്തമാണ്, റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ആണെങ്കിൽ, റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണ്. അതായത് രക്തത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ആയുർവേദത്തിലാണേലും അങ്ങനെയാണ് പറയുന്നത്. രക്തസംബന്ധമായ വാതരോഗം, വാതം എന്ന് പറയുന്നത് വേദന നമുക്ക് രണ്ട് തരത്തിൽ, അതായത് ആഹാരങ്ങൾ കൊണ്ടോ അല്ലാത്ത
കാരണങ്ങൾ കൊണ്ടോ രക്തം ദുഷ്ടി സംഭവിച്ചിട്ട് അത് വാദത്തെ ആവരണം ചെയ്തിട്ടുണ്ടാകുന്ന വേദനയാണ്. അപ്പോൾ അതിന് തരത്തിലുള്ള കഷായങ്ങളാണ് ആദ്യം നമ്മൾ കൊടുക്കേണ്ടത്. കഷായങ്ങളും പിന്നെ ഇതുപോലെ നമ്മളെ നീർക്കെട്ടും വേദനയും ചുമപ്പും എല്ലാം ഉള്ള അവസ്ഥകളിൽ അതിന് തരത്തിലുള്ള ഉപനാഗങ്ങളും ധാരകളും എല്ലാം ചെയ്യാം. എന്നിട്ട് നീര് ആദ്യം കുറയ്ക്കുക. വലിയ നീരും സന്ധികളിൽ വന്ന് ഏതെങ്കിലും ഇതൊക്കെ ആൾക്കാർ ചിലപ്പോൾ തെറ്റിദ്ധരിക്കപ്പെടുന്നതാണ്. എന്തേലും മുട്ടുവേദന വരുമ്പോൾ ഉടനെ എന്തേലും കുഴമ്പ് തേച്ച് കളയും. അത് വളരെ തെറ്റായിട്ടുള്ള ഒരു പ്രൊസീജിയറാണ്. നല്ല നീരുള്ള ഒരു അവസ്ഥകളിൽ കുഴമ്പെടുത്ത് തേക്കരുത്. അപ്പൊ തന്നെ വേദന കൂടാനാണ് സാധ്യത. അപ്പോഴാ നീര് വലിച്ചു കളയാനുള്ള ട്രീറ്റ്മെന്റ് ആണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പൊ ഡോക്ടർ, ശരിക്കും നമുക്ക് ഇത് ഈ ജന്മനാൽ ഈ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ടോ? പലരും നമുക്ക് ജോയിന്റ് എന്തെങ്കിലും ജന്മനാ പ്രശ്നങ്ങൾ വരും. ജന്മനാ ഉള്ള വൈകല്യങ്ങളെക്കാളും നമ്മുടെ കാലില് ഈ ഫ്ലാറ്റ് ഫീറ്റ് എന്നൊക്കെ കേട്ടില്ലേ, നേരെയുള്ള ഇത്. പിന്നെ ചിലവര് ലെങ്ത് ഡിഫറൻസ് ഉണ്ടാവും കാലുകൾ തമ്മിൽ. അതെ, കാലുകളുടെ തമ്മിൽ. അപ്പോൾ ഈ നടക്കുമ്പോൾ ഒക്കെ എപ്പോഴും പോസ്ചർ ചേഞ്ച് ഉണ്ടാവും അവർക്ക്, നോർമൽ ആൾക്കാരെ നടത്തത്തെ അപേക്ഷിച്ച്. അപ്പം മുട്ടിന് കൂടുതൽ കാലം സ്ട്രെസ് കൂടുതൽ വന്നിട്ട് അപ്പോഴൊരു വേദന കൂടുതൽ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് നമുക്ക് അധികം ഒന്നും ജനറ്റിക് ഇതിന് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോഴാ കൂടുതലൊന്നും ഇത് ചെയ്യാനുള്ള സൂതിങ് ആയിട്ടുള്ള എന്തെങ്കിലും മെഡിസിൻസ് അപ്ലൈ ചെയ്യാന്നുള്ളതാണ് നമുക്ക് അവിടെ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ശരിക്കും നമുക്ക് 2-3 കോളേഴ്സ് വിളിച്ചതിനകത്തും അല്ലെങ്കിൽ ഈ ഒരു മുട്ടുവേദനയ്ക്ക് വരുന്നതിനകത്തും ഡയറ്റിനെ കുറിച്ച് പലർക്കും സംശയമുണ്ട്. ഇപ്പൊ നമ്മളോട് ആദ്യം വിളിച്ച കോളറും ഡയറ്റ് ഇപ്പം ഡോക്ടർ പറഞ്ഞവരോട് പുളിയുള്ളത് അവോയ്ഡ് ചെയ്യാനായിട്ട്. അപ്പം ശരിക്കും എന്തൊക്കെയാണ് അതിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്കൊരു കോളറോട് എത്തിയിരിക്കുകയാണ്. ഹലോ, നമസ്കാരം. ഹലോ ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ. വിഴയത്തിലേക്ക് സ്വാഗതം. പേര് പറഞ്ഞോ. റസിയ. ഓക്കെ, ഡോക്ടറോട് സംസാരിച്ചോളൂ. ഹലോ ഡോക്ടർ. പറഞ്ഞോളൂ. എനിക്ക് 2 കാര്യങ്ങൾ ചോദിക്കാനുണ്ടായിരുന്നു. ഒന്ന്, എന്റെ മദർ ഒരു 45 ഇയേഴ്സ് ആയി. അവർക്ക് എപ്പോഴും കാലിന് ഭയങ്കര മുട്ടുവേദന വരുന്നുണ്ട്. ആളുള്ള ആളാണ്, വെയിറ്റ് കൂടുതലുള്ള ആളാണ് അല്ലേ? ഏകദേശം എത്ര വെയിറ്റ് വരും? 80 ഒരു 75 ഒക്കെ. ഹൈറ്റ് കുറവാണോ? ഹൈറ്റ് 6.1. സോറി 5.1. ഓക്കെ ഓക്കെ. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് മുട്ടുവേദന വരിക അല്ലേ? 45 വയസ്സുള്ള. മുട്ടിന് തേയ്മാനം തന്നെ ആയിരിക്കാനാണ് സാധ്യത തോന്നുന്നത്. പിന്നെ പുറത്തധികം ഇറങ്ങാത്ത ആളാണെങ്കിൽ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ റെഡ് മീറ്റിന്റെ കൂടുതൽ ഉപയോഗമാണെങ്കിൽ ഗൗട്ടി ആർത്രൈറ്റിസ് ആവാൻ സാധ്യതയുണ്ട്. അപ്പൊ ഏത് തരത്തിൽ പെട്ടെന്ന് ഒരുപാട് കാരണങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അപ്പൊ അതിൽ ഏതിൽ പെട്ടതാണ് എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ട് അതിനനുസരിച്ചിട്ടുള്ള ഒരു ആയുർവേദ ചികിത്സ കൊടുത്തു കഴിഞ്ഞാൽ എന്തായിട്ടും ഗുണം കിട്ടും കേട്ടോ. പിന്നെ ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഡിസ്കിന് തേയ്മാനം വന്നിട്ടുണ്ട്. അത് മദറിനല്ല, എനിക്കാണ്. എനിക്കിപ്പോ 26 വയസ്സായി. അപ്പൊ പെട്ടെന്നൊരു വീഴ്ചയില് വന്നപ്പോഴാണ് ഒന്ന് കൊണ്ട് കാണിച്ചത്. അപ്പൊ അതിന് മുന്നേ 1-2 പ്രാവശ്യം ചെറുതാ വീണിട്ടുണ്ട്. അപ്പൊ താഴത്തെ 2 ഡിസ്കിന് തേയ്മാനം വന്നിട്ടുണ്ട് എന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. MRI എടുത്ത് നോക്കിയതാ? എന്താണ്? MRI പരിശോധന ചെയ്തിട്ടുണ്ടോ? എക്സ്റേയില് കണ്ടുപിടിച്ച. അപ്പൊ 1 മാസം മുന്നെയാണ് ഇപ്പൊ ട്രീറ്റ്മെന്റ് ഇങ്ങനെ കണ്ടത്. അപ്പൊ ആയുർവേദിക് അത് നമ്മൾ അലോപ്പതിയാ കാണിച്ചത്. ആയുർവേദിക് ട്രീറ്റ്മെന്റ് ചെയ്യാൻ വേണ്ടിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ അത് എന്തായിരിക്കും ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ എങ്ങനെന്തായിരിക്കും? ആയുർവേദ ട്രീറ്റ്മെന്റ് ഓഫ് കോഴ്സ് ഡിസ്കിന്റെ തേയ്മാനത്തിന് നടുവേദനയ്ക്ക് ഒക്കെ അതിനോടനുബന്ധിച്ചുള്ള കാലുവേദനയ്ക്കും ഒക്കെ വളരെ യൂസ്ഫുൾ ആണ്. അപ്പോൾ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോയിട്ട് അതിന് വേണ്ടുന്ന ട്രീറ്റ്മെന്റ് എടുക്കുക. കഷായങ്ങളുടെ ഉപയോഗം അതുപോലെ തന്നെ എക്സ്റ്റേണൽ തെറാപ്പീസും ആവശ്യമായിട്ട് വരും. ഒരു 7 ദിവസമോ 10 ദിവസമോ 14 ദിവസമോ നിങ്ങളുടെ ക്രോണിസിറ്റിയും അസുഖത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയോ ഒക്കെ അനുസരിച്ച് ഡോക്ടറിന് നിശ്ചയിക്കാൻ പറ്റും എത്ര ദിവസം ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരുന്നു. എന്നിട്ട് അതിനനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് കൃത്യമായിട്ടുള്ള ഒരു ആയുർവേദ ചികിത്സ എടുക്കുക. ട്രീറ്റ്മെൻറ്റ് ഓവർകം ചെയ്യാൻ മതി. ഓഫ് കോഴ്സ് നല്ല രീതിയിൽ ആയുർവേദ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് നല്ല രീതിയിൽ അതിന് മാനേജ് ചെയ്യാൻ പറ്റും. അതെ.
ഓക്കെ താങ്ക് യു സോ മച്ച്. അപ്പോൾ ഡോക്ടറെ നമുക്ക് പ്രോഗ്രാം അവസാനിപ്പിക്കേണ്ട സമയമായിരിക്കുകയാണ്. അപ്പോൾ ഈ കുറഞ്ഞ സമയം കൊണ്ട് നീ ജോയിൻ്റ് എന്താണ് മുട്ടിന് വരുന്ന പ്രശ്നങ്ങളും അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങളും ഡോക്ടർ നിർദ്ദേശിച്ചു. എനിക്ക് തോന്നുന്നു നിരവധി പ്രേക്ഷകർക്ക് അവർക്കുള്ള മറുപടി ലഭിച്ചു എന്ന് തോന്നുന്നു. അപ്പം ഡോക്ടറിൻ്റെ സമയം നമ്മുടെ പ്രേക്ഷകർക്ക് അവരുടെ സംശയങ്ങൾക്ക് മറുപടി പറയാൻ കണ്ടെത്തിന് വളരെയധികം നന്ദിയുണ്ട്. അതുപോലെ തന്നെ പ്രേക്ഷകർക്ക് ഇന്നത്തെ എപ്പിസോഡ് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു അതിഥിയുമായി കാണും വരേക്കും നന്ദി, നമസ്കാരം.